എല്ലാവർക്കും ET ടോക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ലോൺ ആപ്പുകളെ കുറിച്ചാണ്. നമ്മൾ നിരവധി വാർത്തകൾ ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞതാണ്. ചെറിയ ചെറിയ ആപ്പുകളിൽ നിന്ന് ലോൺ എടുക്കുകയും എന്നിട്ട് ആത്മഹത്യ ചെയ്യുകയും ചെയ്യും. സൈബർ പോലീസ് ഇതിനെതിരെ അല്ലെങ്കിൽ ഇത്തരം ആപ്പുകൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് പലപ്പോഴും മുന്നറിയിപ്പ് നൽകാറുമുണ്ട്. പക്ഷേ ഇത്തരം മുന്നറിയിപ്പുകളൊക്കെ അവഗണിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും ഇത്തരം ചെറിയ ആപ്പുകളിലേക്ക് പോവുകയും വലിയ ട്രാപ്പിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും. പിന്നീട് നമ്മുടെ ജീവന് തന്നെ ഭീഷണിയാവുകയും ചെയ്യും. ഇതാണ് ഇന്ന് നമ്മൾ ET ടോക്സിൽ ചർച്ച ചെയ്യുന്നത്. നമസ്കാരം ഷിനോദ് സാർ. ഒരു ഇൻസ്റ്റാപേ ആപ്പ് ഉണ്ട്, ട്രാപ്പ് എന്ന് പറയുന്നത്. ഇത്തരം ചെറിയ ചെറിയ ആപ്പുകളിലേക്ക് അല്ലെങ്കിൽ ഇതൊരു വലിയ ആപ്പായിരിക്കാം, നമ്മളൊരു ട്രാപ്പിലേക്ക് കുടുങ്ങി പോവുകയാണ്. എങ്ങനെയാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത്? നമുക്ക് എല്ലാ ആപ്പുകളും തട്ടിപ്പ് ആപ്പുകളല്ല. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കുന്ന മുഴുവൻ ഇത്തരം തട്ടിപ്പ് ആപ്പുകളെ കുറിച്ച് മാത്രമാണ്. അപ്പോൾ നമ്മൾ ജനറലൈസ് ചെയ്ത് പറയാനും പറ്റില്ല. നല്ല ആപ്പുകളും ഉണ്ട്, നല്ല ആപ്പുകളല്ലാത്തതുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് ഇത്തരം തട്ടിപ്പ് ആപ്പുകളെ കുറിച്ച് മാത്രമാണ്. വാസ്തവത്തിൽ ഇത്തരം തട്ടിപ്പ് ആപ്പുകൾ നടത്തുന്നത് ലോൺ ബിസിനസ് അല്ല, അതൊരു ക്രിമിനൽ നെറ്റ്വർക്ക് തന്നെയാണ്. അവരെന്താ ചെയ്യുക? അവർ അതിലെ ആളുകളെ വളരെ പ്രലോഭിപ്പിച്ച് അതിലേക്ക് വീഴ്ത്തി കഴിഞ്ഞാൽ ശ്വാസം മുട്ടിച്ച് കൊല്ലും. അപ്പോൾ അതിൽ നമ്മൾ ആകർഷിക്കാൻ വേണ്ടി പല തന്ത്രങ്ങൾ അവരെടുക്കും. അതിലേക്ക് നമ്മൾ വീണ് കഴിഞ്ഞാൽ നമ്മളെ മാക്സിമം അവർ ഊറ്റിയെടുക്കും. അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ, പേപ്പർ വർക്കില്ല, 5 മിനിറ്റിൽ ലോൺ. ഇത് കേട്ടാൽ ആരും ഒന്ന് അതിൽ ആകർഷിക്കപ്പെടുന്ന ഉറപ്പല്ലേ? കാരണം ഒരു വർക്കും ഇല്ലാണ്ട് വളരെ അതിവേഗം നമുക്ക് എന്ത് കിട്ടുകയാണ്? ലോൺ കിട്ടുകയാണ്, നമ്മുടെ ആവശ്യം നടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ കാണുന്ന പരസ്യത്തിൽ ക്ലിക്ക് ചെയ്യും, ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യും. ഇൻസ്റ്റാൾ ചെയ്യുന്നതോടുകൂടി അവർ ചില പെർമിഷനൊക്കെ ചോദിക്കും. നമ്മൾ പണത്തിന് അത്യാവശ്യമായിട്ട് നിൽക്കുക ആയതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ചൊന്നും വല്ലാണ്ട് ചിന്തിക്കില്ല. നമ്മളെ കോൺടാക്ട്സിലേക്കുള്ള ആക്സസ് ചോദിക്കും, ഗാലറിയിലേക്കുള്ള ആക്സസ് ചോദിക്കും, മെസ്സേജിലേക്കുള്ള ആക്സസ് ചോദിക്കും. എല്ലാത്തിനും നമ്മൾ യെസ് അടിച്ചു പോകും. ഇങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ഉടൻ തന്നെ ഇവരെന്ത് ചെയ്യുന്നറിയാം? നമ്മുടെ സിസ്റ്റത്തിലുള്ള മുഴുവൻ ഡാറ്റ അവരുടെ സെർവറിലേക്ക് മാറ്റും. എന്നുവെച്ചാൽ അവർ അവിടെ നിന്ന് പെർമിഷൻ വെച്ചിട്ട് അവർ കാത്തിരിക്കുന്നില്ല. അവർ നമ്മുടെ കോൺടാക്ട് ലിസ്റ്റ്, ഇപ്പം ക്രിസ്റ്റീനയുടെ ഫാദറിൻ്റെ പേര് എങ്ങനെയാണോ സേവ് ചെയ്തത്, ചിലരൊക്കെ അച്ഛൻ, അമ്മ, അനിയൻ എന്നൊക്കെ ആയിരിക്കും സേവ് ചെയ്തത്. അതേ പേരോട് കൂടിയാണ് ഇങ്ങോട്ട് പോകുന്നത്, അവരുടെ സെർവറിലേക്ക് പോകുന്നത്. അവർക്ക് ഓരോ നമ്പറും ആരാണെന്നും ആ നമ്പറുകൾ നമുക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്നും അവർക്ക് പിന്നെ മനസ്സിലാവും. അപ്പം അവർക്ക് നമ്മളെക്കുറിച്ചുള്ള റീഡിങ് അവർക്ക് കിട്ടും. അങ്ങനെ അവർ ഗാലറി അടക്കമുള്ള എല്ലാത്തിലും ആക്സസ് വാങ്ങും. അപ്പോൾ ആ ആക്സസ് എല്ലാം കൊണ്ട് എല്ലാ ഡാറ്റയും അവരെ കയ്യിലായി കഴിഞ്ഞു. എന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് പൈസ, നിങ്ങൾ ചോദിക്കുന്ന ലോണ് നമുക്ക് അവരിട്ട് തരും. അവരുടെ സെർവറിലേക്ക് എല്ലാം ആയിക്കഴിഞ്ഞു. ഇന്ത്യയിൽ ഇത്തരം ആയിരക്കണക്കിന് ആപ്പുകൾ ഉണ്ടെന്നാണ് റിസർവ് ബാങ്ക് തന്നെ പറയുന്നത്. ഇത്തരം ആപ്പുകൾ ഭൂരിഭാഗവും ചൈനീസ് ഷെൽ കമ്പനികളാണ്. എന്ന് വെച്ചാൽ അതിന് വേണ്ട മൂലധനവും അതിന് വേണ്ട എല്ലാ ഓപ്പറേഷൻ സംഗതികളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ചൈനീസ് കമ്പനികളാണ്. അവർ മനസ്സിലാക്കി ഇന്ത്യയിൽ നല്ല വളക്കൂറുള്ള മണ്ണാണ് ഇത്തരം തട്ടിപ്പിന്. അവരവിടെ നിന്ന് എന്ത് ചെയ്യാണ്? നമ്മുടെ നാട്ടിലുള്ള ആളുകളെ ഉപയോഗിച്ചിട്ട് ഒരു ഷെൽ കമ്പനി ഉണ്ടാക്കിയിട്ട് ആ ഷെൽ കമ്പനി അതിൻ്റെ എല്ലാ ഓപ്പറേഷനും ചൈനക്കാരാണ് കൺട്രോൾ ചെയ്യുന്നതും അതിൽ പണം വരുന്നതും പോകുന്നതും ഇത്തരത്തിലുള്ള എല്ലാ സംഗതികളും ചെയ്യുന്നത് ചൈനീസ് കമ്പനികളാണ്. അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഒരാൾക്ക് 5000 രൂപ ആവശ്യമുള്ളെങ്കിൽ പ്രധാനമായിട്ടും ജെൻസി പിള്ളേരാണ്, അല്ലെങ്കിൽ പുതിയ തലമുറയിൽപ്പെട്ട പിള്ളേരാണ് ഇത്തരം തട്ടിപ്പിന് വിധേയമാവുന്നത്. പിന്നെ ഒന്നും അറിയാത്ത അല്ലെങ്കിൽ റീസെൻ്റ്ലി ടെക്നിക്കൽ വേൾഡിലേക്ക് കടന്നു വന്ന പ്രായം കൂടിയ ആളുകളും തട്ടിപ്പിന് വിധേയമാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും 5000 രൂപ ലോണിന് പോയി കഴിഞ്ഞാൽ ഒരു 1000 അല്ലെങ്കിൽ 1500 രൂപയോളം ചിലപ്പോൾ അവർ പ്രോസസ്സിങ് ചാർജ് എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം ഇങ്ങോട്ട് പിടിക്കും. അക്കൗണ്ടിലേക്ക് ചിലപ്പം വരിക 3500 രൂപ 4000 രൂപ മാത്രമായിരിക്കും. ആ ബാക്കിയുള്ള പണം മാത്രമേ അക്കൗണ്ടിൽ കിട്ടുന്നുള്ളൂ. പിന്നെയോ തിരിച്ചടയ്ക്കാനുള്ള സമയം എന്ന് പറയുന്നത് ഇതിന് ബാങ്കിലൊന്നും ഇല്ലാത്ത രീതികളാണ്. 7 ദിവസം, 28 ദിവസം, 30 ദിവസമൊക്കെ ആയിരിക്കും തിരിച്ചടവ്. ശരിക്കും ഇതിൻ്റെ പലിശ നമ്മൾ കണക്കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ 150 മുതൽ 300% വരെയൊക്കെ ആയിരിക്കും പലിശ. നമ്മളെന്താ ആലോചിക്കുക? ഞാൻ ഒരു 5000 രൂപ വാങ്ങിയാൽ എനിക്ക് ഇത്ര ദിവസത്തേക്ക് 55 രൂപയെ പലിശയുള്ളൂ, 7 ദിവസത്തേക്കല്ലേ. അതെനിക്ക് ആ പണം വരുമ്പം ഈ പണം ഇങ്ങോട്ട് കൊടുത്തിട്ട് ആ പണം അങ്ങോട്ട് കൊടുത്തിട്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ കാൽക്കുലേഷനൊക്കെ ചെയ്തിട്ട് നമ്മളത് വാങ്ങും. അപ്പം നമ്മൾ ഈ ഒരു ദിവസം പോലും ഈ അടവ് തെറ്റിക്കഴിഞ്ഞാൽ ഇവരുടെ സ്വഭാവം മാറാൻ തുടങ്ങും. ഇവർ നമ്മളെ ഭീഷണിപ്പെടുത്തി തുടങ്ങും. ആ ഭീഷണിപ്പെടുത്തിയിൽ നമ്മൾ വീണിട്ടില്ലെങ്കിൽ നമ്മുടെ ചിത്രങ്ങളൊക്കെ എടുത്ത് മോർഫ് ചെയ്ത് നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കാൻ തുടങ്ങും. വേറെ രീതി പറയുകയാണെങ്കിൽ നമ്മുടെ കുടുംബം, അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലൊക്കെ പതിറ്റാണ്ടുകൾ കൊണ്ട് നേടിയെടുത്ത അന്തസ്സും മാനവും നമ്മളൊരൊറ്റ ആക്ഷൻ കൊണ്ട്
തകർന്നു പോകും. കാരണം മോർഫിങ്ങിലൂടെയാണ് സാധിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയാം. പക്ഷെ ഇത് കാണുന്ന ഭൂരിഭാഗം പേർക്ക് അറിഞ്ഞുകൂടാ. എന്നാലും അതിൽ എന്തോ ഉണ്ടെന്ന് ചിന്തിക്കുന്ന മലയാളിയാണ്. എന്ത് വെറുതെ പുകയുണ്ടാവില്ലല്ലോ എന്ന് പറയുന്ന മലയാളിയാണ്. അങ്ങനെ ഫോട്ടോ വന്നിട്ട് അത് മെഷീൻ ഉണ്ടാക്കിയതാണെങ്കിൽ അതിൽ എന്തോ ഒന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അത്രയും ആ രീതിയിൽ എന്ത് ചെയ്യും, നമുക്ക് സോഷ്യലി ഡാമേജ് ഉണ്ടാക്കുന്ന സംഗതിയാണ്. അപ്പോൾ ഇത്തരം ആപ്പുകളിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. ഷിനോദ് സാർ ഇപ്പം പറഞ്ഞല്ലോ, യുവതലമുറയാണ് കൂടുതലും ഇത്തരം ലോൺ ആപ്പുകളിലേക്ക് ചെന്ന് വീഴുന്നതെന്ന്. എന്തുകൊണ്ടാണ് യുവതലമുറ ഇതിലേക്ക് എത്തിപ്പെടുന്നത്? അതുപോലെ തന്നെ ബാങ്കുകളെ എന്തുകൊണ്ടാണ് ഒരു ലോണിന് വേണ്ടി ആശ്രയിക്കാതിരിക്കുന്നത്? വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് കുറേ സമയം എടുക്കൂലേ? കാരണം നമ്മൾ എന്ത് ചെയ്യണം, ഓരോന്ന് പ്രധാനത്തിന് ഒരു കറി ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് വേണ്ട കഷ്ണമൊക്കെ മുറിച്ചുണ്ടാക്കുന്ന കുറേ പ്രോസസ്സാണ്. പിന്നെ ഉപ്പിടണം, മുളകിടണം, പിന്നെ തിളയ്ക്കണം, ഒക്കെ ചെയ്യണം. പക്ഷെ ഇൻസ്റ്റൻറ്റ് നൂഡിൽ ഉണ്ടാക്കാനോ 2 മിനിറ്റ് വെള്ളം തിളച്ചാൽ മാത്രം മതി, അതിലേക്ക് ഒഴിച്ചാൽ മതി. അപ്പോൾ ഇത്തരത്തിലുള്ള ആപ്പുകളിലൂടെ കിട്ടുന്ന പണം വാസ്തവത്തിൽ ഈ ഇൻസ്റ്റൻറ്റ് നൂഡിൽ പാക്കാണ്. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് ഒരു ബാങ്കിനെ സമീപിക്കുന്നതാണെന്ന് കരുതുക. അവിടെ കുറച്ച് പ്രോസസ്സ് ഉണ്ട്. അവർ നമ്മളോട് 100,000 ചോദ്യങ്ങൾ ചോദിക്കും. അവർ നമ്മളോട് കുറേ രേഖകൾ ചോദിക്കും. ഇത്തരം രേഖകളും ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറഞ്ഞിട്ട് നമുക്ക് എന്നാൽ മാത്രമേ നമുക്ക് ലോൺ കിട്ടൂ. പക്ഷേ പുതിയ തലമുറയ്ക്ക് അതിനൊന്നും സമയമില്ല, താല്പര്യമില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ സൈക്കോളജീനെ നമുക്ക് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയാം. അവർക്കെല്ലാം ഇപ്പോൾ വേണം, ഉടനെ കിട്ടണം. ഉടനെ കിട്ടുന്നത് എന്താണ്? അതിന് തിരിച്ചടവോ അതിന് ഇൻട്രസ്റ്റ് റേറ്റോ ഇതിനെക്കുറിച്ചൊന്നും അവൻ ബോധവാനല്ല. വേണ്ടത്ര സാമ്പത്തിക അവബോധം ഇല്ലാത്തതാണ് ഒരു കാരണം. അവൻ്റെ പ്രശ്നം എന്താണ്? എനിക്കത് നേടണം, ഞാൻ ആ ബുള്ളറ്റ് കണ്ടുവച്ചിട്ടുണ്ട് അത് വാങ്ങണം, എനിക്ക് ആ മൊബൈൽ കണ്ടുവച്ചിട്ടുണ്ട് അത് വാങ്ങണം, എനിക്ക് നമ്മുടെ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർക്ക് മുന്നിലോ ഷൈൻ ചെയ്യണം. ഇത് മാത്രമേ അവരുടെ മുന്നിലുള്ള ഗോളുള്ളൂ. അല്ലാണ്ട് ഇതെങ്ങനെ തിരിച്ചടയ്ക്കുന്നോ, ഇതിന് തിരിച്ചടയ്ക്കാനുള്ള ഫണ്ട് എവിടെ നിന്ന് വരുന്നു, ആ ഫണ്ട് എപ്പോഴും അവൻ കാണുന്ന അവനോട് വാങ്ങി ഇവനോട് വാങ്ങി അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് കൊടുത്ത് ചെയ്യാമെന്നൊക്കെയാണ് ഇവൻ സ്വപ്നം കാണുന്നത്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവരെന്ത് ചെയ്യാണ്? ഇത്തരം ഇൻസ്റ്റ ആപ്പുകളുടെ പിറകെ പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ വാസ്തവത്തിലൊരു സൈക്കോളജി ഉണ്ട്. ആ സൈക്കോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കടം വാങ്ങുന്നതാണ് വീട്ടുകാരോട് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് എന്ന് പറയുന്ന ഒരു സൈക്കോളജി കുട്ടികളിൽ കൂടി വരുന്നുണ്ട്. എന്താണ്? വീട്ടുകാരിപ്പം പണ്ടൊക്കെ നമ്മളൊരു ആവശ്യം ഉണ്ടെങ്കിൽ വീട്ടിലെ ചോദിക്കുക, എനിക്ക് എന്ത് വേണം, ഇന്ന സ്ഥലത്ത് പോകണം, എനിക്കൊരു ട്രിപ്പ് പോകണം, എനിക്ക് 600 രൂപ വേണമെന്ന്. ഇന്ന് ട്രിപ്പ് പോകാൻ ചോദിച്ചു കഴിഞ്ഞാൽ, നീയല്ല കഴിഞ്ഞ ആഴ്ച പോയത്, പണ്ട് ട്രിപ്പ് എന്ന് പറയുന്നത് കൊല്ലത്തിൽ 1 or 2 ആണ്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ട്രിപ്പ് എന്ന് പറയുന്നത് എപ്പോൾ വേണേ ആവാം. ചായ കുടിക്കാൻ മൂന്നാർ പോകുന്ന ആൾക്കാരാണ് കൊച്ചിയിലുള്ള ആൾക്കാർ. കാരണം അവിടേക്ക് അപ്പം 1500 രൂപയുടെ പെട്രോൾ അടിച്ച് മൂന്നാർ പോയിട്ട് ചായ കുടിച്ച് വരുന്ന ജെൻസി പിള്ളേരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെയാണ് അവരുടെ ഒരു കൺസെപ്റ്റ്. അങ്ങനെയാണ്. ഈ കൺസെപ്റ്റ് നമ്മുടെ വീട്ടുകാരോട് പറഞ്ഞാൽ മനസ്സിലാവും? ഇല്ല, അവർക്ക് മനസ്സിലാവുകയില്ല. അല്ലെങ്കിൽ പറയും, എനിക്ക് അവിടെ ഒരു ഫംഗ്ഷന് പോകാനുണ്ട്, എനിക്കൊരു പുതിയ ഡ്രസ്സ് വാങ്ങണം. പുതിയ ഡ്രസ്സ് വാങ്ങുമ്പം ന്യായമായിട്ടും മാതാപിതാക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ എന്താ പറയുക, വിഷുവിന് വാങ്ങി പുതിയതല്ലേ, കഴിഞ്ഞ ഒരു 2 ആഴ്ചയിലായിട്ട് അത് ഇട്ടാൽ പോരെ. അത് പോരാ. കാരണം അത് നേരത്തെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടുപോയി, ഇൻസ്റ്റയിലൊക്കെ വന്നുപോയി. ഇനി പുതിയൊരു ഡ്രസ്സ് ഇട്ടിട്ട് വേണം ആ മാരേജിന് പോകാൻ. അതിനൊരു 3000 രൂപ വേണം. ഈ 3000 രൂപ ആർക്ക് മനസ്സിലാവില്ല? കുട്ടിയുടെ പേരൻസിന് മനസ്സിലാവില്ല. അപ്പം പേരൻസിന് അത് ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് കുട്ടി എന്ത് ചെയ്യും? ഇത്തരം മാർഗങ്ങളിലൂടെ പണം കണ്ടെത്താൻ ശ്രമിക്കും. അപ്പോൾ ഈ പറഞ്ഞ സൈക്കോളജി ഉണ്ടല്ലോ, കടം വാങ്ങുന്നതാണ് വീട്ടുകാരോട് പറയുന്നതിനേക്കാൾ മെച്ചമെന്ന് ചിന്തിക്കുന്ന സൈക്കോളജി ഉണ്ടല്ലോ, ഈ സൈക്കോളജിയാണ് ഇത്തരം തട്ടിപ്പ് ആപ്പുകളുടെ അടിസ്ഥാനം. ഈ ഒരു വളർന്നു വരുന്ന തലമുറയ്ക്കുള്ള ഈ ചിന്തയാണ് ഈ തട്ടിപ്പ് ആപ്പുകൾ ചൂഷണം ചെയ്യുന്നത്. ഇപ്പൊ സാർ പറഞ്ഞല്ലോ, വീട്ടിൽ ചോദിക്കാനുള്ള മടി കൊണ്ടാണ് നമ്മൾ ഇത്തരം ആപ്പുകളിലേക്ക് ചെന്ന് വീഴുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ ഇത്തരം ആപ്പുകൾ അല്ലെങ്കിൽ നമ്മൾ ലോൺ എടുക്കുന്ന ആപ്പ് ഒരു ട്രാപ്പാണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നമ്മൾ എങ്ങനെ ഈ ചതിക്കുഴികളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും? നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു 2 മിനിറ്റ് നമ്മുടെ ഈ ആപ്പിനെ വെരിഫൈ ചെയ്യാൻ എടുത്തു കഴിഞ്ഞാൽ ഏതൊരാൾക്കും സാധിക്കുന്ന കാര്യമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ഇൻസ്റ്റാ പേ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ടെന്ന് കരുതുക. പേര് കണ്ടു കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണല്ലോ, ഇൻസ്റ്റാ പേ. ഉടൻ തന്നെ പണം കിട്ടും. വാസ്തവത്തിൽ ഭൂരിഭാഗം കുട്ടികളും ആ പേരിൽ തന്നെ കൺവിൻസ് ആയി. അവൻ്റെ ലക്ഷ്യം നമ്മൾ ഉടൻ പണം വേണം, ഇൻസ്റ്റാ പേ. നേരെ മറിച്ച് ഈ ആപ്പിന് പിന്നിലുള്ള NBFC ഏതാണ് എന്ന് വെച്ചാൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ സ്ഥാപനം ഏതാണ് എന്ന് അറിയണമെങ്കിൽ റിസർവ് ബാങ്കിൻ്റെ സംവിധാനമുണ്ട്. സചേത് എന്ന് പറയുന്ന SACH സചേത് എന്ന് പറയുന്ന പോർട്ടലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇത് ഏതാണ് NBFC എന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഈ NBFCൻ്റെ പിന്തുണയുള്ള ആപ്പാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. അതുപോലെ തന്നെ ഇത്ര പലിശ നിരക്കിലാണ് ലോൺ കൊടുക്കുക എന്ന് പ്രഖ്യാപിക്കപ്പെട്ട ഒന്നാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. ഈ ബേസിക് സാധനം നോക്കിയാൽ കഴിഞ്ഞാൽ തന്നെ കുറേ തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും.
എന്ന് വെച്ചാൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ റിസർവ് ബാങ്കിൻ്റെ സജേത് എന്ന് പറയുന്ന സൈറ്റിൽ പോയിട്ട് ഈ NBFC അംഗീകൃതമാണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ പകുതിയോളം തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. പിന്നെ ചില ബേസിക് കാര്യങ്ങൾ നോക്കാം. ഒന്ന്, പണം നേരിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കല്ല വരുന്നതെങ്കിൽ നമുക്കത് തട്ടിപ്പുണ്ടെന്ന് അസ്യൂം ചെയ്യാം. അതിനേക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ കോണ്ടാക്ട്സിലേക്കും ഫോട്ടോയിലേക്കും മെസ്സേജിലേക്കും പെർമിഷൻ ചോദിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിർത്തിയിട്ട് ആപ്പ് ഉപേക്ഷിക്കുകയാണ് നല്ലത്. നിർബന്ധമായിട്ട് നിങ്ങളോട് ഇതിന് പെർമിഷൻ കൊടുത്താലേ മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് തന്നെ നമുക്ക് തട്ടിപ്പ് മനസ്സിലാവും. പിന്നെ ഞാൻ രണ്ടാമത് പറഞ്ഞ പോയിന്റ് ആണ്, പണം നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്നതല്ലെങ്കിൽ അത് തട്ടിപ്പാണെന്ന് നമുക്ക് മനസ്സിലാകാം. പിന്നെ ചിലർ പണം തരുന്നത് തേർഡ് പാർട്ടി വാലറ്റുകളിലൂടെ ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മളോട് പറയും, നിങ്ങൾക്ക് പണം അപ്രൂവ് ആയിട്ടുണ്ട്, നിങ്ങൾ അതിന് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാത്തൊരു വാലറ്റ് ഇൻസ്റ്റാൾ ആവുകയും ആ വാലറ്റിൽ നിന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യുകയും വേണം. അപ്പോൾ അങ്ങനെയൊക്കെ അവർ നമ്മളെ കൊണ്ട് ചെയ്യിക്കും. അപ്പോൾ ഇത്ര അറിയാത്ത ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞാൽ അതിന് പോകരുത്. ഇവർ സ്ഥിരം ചെയ്യുന്നൊരു പരിപാടിയാണ്, നമുക്കറിയാത്ത ലിങ്ക് ഇട്ട് തരും, പണം ഇപ്പം കിട്ടും നോക്കിയിരിക്കുന്ന നമ്മൾ അത് ഏത് ലിങ്കാണെന്ന് പോലും നോക്കാതെ ക്ലിക്ക് ചെയ്യും. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത്, നാട്ടിലെ സഹകരണ ബാങ്കുകളുണ്ടല്ലോ, ഈ സഹകരണ ബാങ്കുകളിൽ അവിടെ പരസ്പര വിശ്വാസം കൊണ്ട് പലപ്പോഴും 10,000 15,000 കൂളായിട്ട് ലോൺ കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ഫോർമാലിറ്റി കൂടിയാലും ഇത്തരം സഹകരണ ബാങ്കുകളെ ആശ്രയിക്കുന്നതാണ് നല്ല മാർഗം. കാരണം പേപ്പർ വർക്കൊക്കെ ഉണ്ടാവുമെങ്കിൽ പോലും ആൾജാമ്യത്തിൽ കിട്ടും, കുറച്ച് സമയം എടുക്കും. പക്ഷെ സമയമില്ല എന്നുള്ളതാണ് പുതിയ തലമുറയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അങ്ങനെയുള്ള ആളുകൾക്ക് ഗോൾഡ് ലോൺ എടുക്കാം, എവിടുന്നെങ്കിലും കുറച്ച് ഗോൾഡ് ലോൺ എടുക്കാം. ഇനി അത്യാവശ്യത്തിന് ചെറിയ കൈവായ്പ വാങ്ങിയാൽ പോലും കുഴപ്പമില്ല. ഇത്തരം ട്രാപ്പിലാകുന്നതിനേക്കാൾ നല്ലത് ആരോടെങ്കിലും 500 രൂപയോ 1000 രൂപയോ വാങ്ങി കാര്യം സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും വേറൊരു ബെനിഫിറ്റ് കൂടി ഉണ്ട്. നമ്മൾ ഇത്തരം ലോണുകൾ എടുക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നതിലൂടെ നമ്മൾ എന്ത് ചെയ്യും, ഇത്തരം കൈവായ്പകളും ഇത്തരം മറ്റു ലോണുകൾ വാങ്ങുന്ന എണ്ണം കുറയും. കാരണം കുറേ ആളുകളോട് ചോദിക്കണമല്ലോ, ബാങ്കിൽ പോകണമല്ലോ. മറ്റെന്താ, ഇത്തരം ആപ്പുകൾ ആദ്യം നമുക്കൊരു 5000 രൂപ കടം തരും. എന്നിട്ട് നമ്മൾ ആ കടം കൃത്യമായിട്ട് തിരിച്ചടച്ചവർ അവർ പറയും, നിങ്ങളുടെ ലിമിറ്റ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നു, നിങ്ങൾക്ക് 10,000 രൂപ എടുക്കാമെന്ന് പറയും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ആവശ്യം കണ്ടെത്തുക എങ്ങനെയാണ്, നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ ഒരു പാല് വാങ്ങാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ സൂപ്പർ മാർക്കറ്റിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ആവശ്യം കണ്ടെത്തും. കുറേ സാധനം കണ്ടെത്തിയിട്ട് 28 രൂപയുടെ പാല് വാങ്ങാൻ പോകുന്നവൻ 2,500 രൂപയുടെ സാധനം വാങ്ങി തിരിച്ചു വരും. അവിടെ നമ്മൾ ആവശ്യം കണ്ടെത്താണ് ചെയ്യുന്നത്. അതുപോലെ നമുക്കൊരു 5,000 രൂപ അഡീഷണൽ കിട്ടുന്നുണ്ട് കഴിഞ്ഞാൽ ഈ പണം നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ള നമ്മുടെ പ്രശ്നം, നമ്മളപ്പോൾ ആവശ്യം കണ്ടെത്തുന്നു. അപ്പോൾ എന്ത് ചെയ്യാം, ഇനി അത് പണം കൂടുന്നതനുസരിച്ച് നമ്മൾ വിചാരിക്കുന്നു, ഇപ്പോൾ 50,000 രൂപ ഒരു മൊബൈൽ വാങ്ങിക്കളയാം. കാരണം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ആവശ്യം കണ്ടെത്തുന്നത്. അപ്പം പുതിയ തലമുറ തീർച്ചയായിട്ടും ഇത്തരം ആവശ്യങ്ങൾ കണ്ടെത്തി ഈ കടക്കണിയിൽ നാൾക്ക് നാൾ പെട്ട് ഇങ്ങനെ പോവുക ചെയ്യുന്നത്. കാരണം ഇത്രയും ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാ സ്ഥാപനങ്ങളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ഏതെങ്കിലും കമ്പനി നമുക്ക് ലോൺ ഓഫർ ചെയ്യുകയാണെങ്കിൽ ആ കമ്പനിയെക്കുറിച്ച് ഡീറ്റെയിൽസ് നമുക്ക് അറിയാനുള്ള മാർഗ്ഗമുണ്ട്. ഉദാഹരണത്തിന് XYZ പ്രൈവറ്റ് ലിമിറ്റഡ് ആണെങ്കിൽ അത് നിങ്ങൾ അടിച്ചു നോക്കുക. അത് അടിച്ചു നോക്കുമ്പോൾ അത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തതാണോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ആധികാരികത കിട്ടും. പിന്നെ അതിൻ്റെ കോൺടാക്ട് ID പോയി നോക്കുമ്പോൾ അവിടെ വല്ല Gmailോ മറ്റാണെങ്കിൽ നമ്മൾ അപ്പോൾ ഉറപ്പിക്കാം ഇവർ തട്ടിപ്പുകാരാണെന്ന്. കാരണം കമ്പനിയുടെ ഇമെയിൽ ID ഒന്നും കാണുന്നില്ലെങ്കിൽ ചിലർ പറയും ഇമെയിൽ ID ഉണ്ടാക്കാൻ ആകെ ഒരു 1000 രൂപയുടെ കേസുള്ളൂ എന്ന്. പക്ഷേ എങ്കിൽ പോലും അതിനുപോലും സമയമില്ലാത്ത തട്ടിപ്പുകാരുണ്ട്. പിന്നെ അതുകൂടാതെ അവിടുത്തെ പ്രൈവസി പോളിസിയൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ അതൊരു AI ജനറേറ്റഡ് കണ്ടന്റ് ആണ്, കട്ട് ആൻഡ് പേസ്റ്റ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം. കാരണം ആപ്പുകളുണ്ടാക്കി തള്ളുകയാണ് ചെയ്യുന്നത് ചൈനീസ് കമ്പനികൾ. അത്തരം ആപ്പുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഇന്ത്യയിൽ ആളുകളെ കണ്ടെത്തുകയും ആ ആളുകൾ ഇത്തരം ആപ്പുകൾ നിരന്തരം പ്രൊമോട്ട് ചെയ്തിട്ട് ഇൻസ്റ്റയിലൂടെയും മറ്റും പ്രൊമോട്ട് ചെയ്തിട്ട് ആളുകളെ ടാർഗറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇന്നലെ തന്നെ ഞാനൊരു തട്ടിപ്പിൻ്റെ വക്കത്ത് നിന്ന് ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. കാരണം ഇന്നലെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. എൻ്റെ ഫ്രണ്ട് പറഞ്ഞാൽ എൻ്റെ കൊളീഗ് കൂടിയാണ്. അവൾ എനിക്ക് കോൺടാക്ട് റിക്വസ്റ്റ് അയച്ചു. എനിക്ക് 2 അക്കൗണ്ട് ഉണ്ടല്ലോ ഇൻസ്റ്റയിൽ. അപ്പോൾ ഒരു അക്കൗണ്ടിൽ ഈ കോൺടാക്ട് റിക്വസ്റ്റ് വന്നു. അപ്പോൾ ഞാൻ കരുതി ഈ അക്കൗണ്ടിൽ ഈ കുട്ടി ഇല്ലാത്തത് കൊണ്ട് ഈ അക്കൗണ്ട് പെട്ടെന്ന് എങ്ങാനും കണ്ടപ്പോൾ എനിക്ക് അയച്ചതാണെന്ന് കരുതി. അത്രയും പരിചയമുള്ള ആളായതുകൊണ്ട് ഞാൻ ഉടൻ തന്നെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഉടൻ തന്നെ എനിക്ക് എൻ്റെ അടുത്ത് വന്നിട്ട് ചാറ്റ് ചെയ്യാൻ തുടങ്ങി. ചാറ്റ് ചെയ്ത് കഴിഞ്ഞ് 4ാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് ഒരു ഹെൽപ്പ് വേണം. അപ്പോൾ എനിക്ക് മനസ്സിലായി അഞ്ജുവിനെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട് ഹെൽപ്പ് എന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് തട്ടിപ്പോയി വന്നപ്പോൾ ഞാൻ പോയി നോക്കിയപ്പം അഞ്ജുവിൻ്റെ പ്രൊഫൈൽ അപ്പുറത്ത് വേറെ കിടക്കുന്നുണ്ട്. ഇത് അഞ്ജുവിൻ്റെ ഫോട്ടോയും അഞ്ജുവിൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോട്ടോയും വെച്ചിട്ടുള്ള ഫോട്ടോ ഇതാണ്. തീർച്ചയായിട്ടും ഞാൻ അഞ്ജുവിനെ അപ്പം തന്നെ പിങ് ചെയ്ത് അഞ്ജു പറഞ്ഞു ഇങ്ങനെ ഒരു തട്ടിപ്പുണ്ട്, ഞാൻ അതിനെക്കുറിച്ച് ഞാനും പരാതി കൊടുത്തിട്ടുണ്ട്. ഒന്ന് നോക്കിയ സമയത്ത് ഈ അഞ്ജു ഇതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽസ്, ഈ പ്രസൻറ്റ് ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാനും പറ്റിക്കപ്പെടുമായിരുന്നു.
ആ രീതിയിലാണ് അവർ നമ്മളെ കോൺടാക്റ്റ് വെച്ച് കളിക്കുന്നത്. അവർ ആ അഞ്ജു എന്ന് പറയുന്ന പ്രൊഫൈൽ മുഴുവൻ അവരുടെ ഫോട്ടോയും ഹസ്ബൻഡിൻ്റെ ഫോട്ടോയും എല്ലാം എടുത്തിട്ട് സമാനമായൊരു പ്രൊഫൈൽ ഉണ്ടാക്കി വെച്ചിട്ട് ആ പ്രൊഫൈലിലൂടെയാണ് റിക്വസ്റ്റ് വരുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്ന ഒരു രീതി തന്നെയാണ് ഈ ലോൺ ആപ്പും ചെയ്യുന്നത്. അതിൽ ലേശം പണം കൊടുക്കുന്നുണ്ട്. ഈ പണത്തിൻ്റെ പേരിൽ വാസ്തവത്തിൽ മറ്റു തട്ടിപ്പുകളാണ് നോക്കുന്നത്. ഇവരെന്ത് ചെയ്യും, നമ്മൾ ഇപ്പോൾ 3000 രൂപയാണ് കൊടുക്കാനുള്ളതെങ്കിൽ ഈ 3000 രൂപ കൊടുത്തോടത്ത് നിൽക്കൂല സംഗതി. അവരെന്ത് ചെയ്യും, ഈ ഫോട്ടോകളും ബാക്കിയുള്ള ചാറ്റുകളും വെച്ച് അവർ നമ്മൾ ഭീഷണിപ്പെടുത്തി ബ്ലാക്ക്മെയിൽ ചെയ്ത് വീണ്ടും കൂടുതൽ കൂടുതൽ പണം വാങ്ങിക്കൊണ്ടിരിക്കും. ആ രീതിയിൽ അവർ നമ്മളെ കബളിപ്പിച്ചുകൊണ്ടേയിരിക്കും, നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിൽ ചെയ്യാനുള്ള മാർഗ്ഗം ഇത്രയേ ഉള്ളൂ. സാമ്പത്തിക അവബോധം നേടുക, അടിസ്ഥാനപരമായ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഏത് ലോണ് ഇത്തരം ആപ്പുകൾ കണ്ടു കഴിഞ്ഞാൽ ആ ആപ്പുകളുടെ ബേസിക് സംഗതികൾ നോക്കുക. ഇത് റിസർവ് ബാങ്കിൻ്റെ അനുമതിയോട് കൂടിയുള്ളതാണോ, ഈ കമ്പനി എവിടെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, ഈ കമ്പനിയുടെ ഡീറ്റെയിൽസ് എന്താണ്, പ്രൈവസി പോളിസി എന്താണ്, എത്ര ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഇവർ ആവശ്യപ്പെടുന്നത്, അത് വാർഷികം എത്ര വരുന്നു എന്ന് കൃത്യമായിട്ട് നോക്കണം. ചിലപ്പോൾ ദിവസത്തിനുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ വെച്ച് നിങ്ങളെ പറ്റിച്ചാലും പലപ്പോഴും ചിലപ്പോൾ നിങ്ങൾ ബോർഡ് കാണും, പേഴ്സൺ ലോൺ പെർ ഡേ 2% പേഴ്സണൽ ലോൺ എന്ന് പറയുന്ന ബോർഡൊക്കെ ഒട്ടിച്ച് കാണും വഴിയിലൊക്കെ. നിങ്ങൾ പോയി നോക്കിയിട്ടുണ്ട് 2% എന്ന് പറഞ്ഞാൽ എത്രയായി, ഏകദേശം 24% മറ്റായി. അവർ മാസത്തിൽ വെച്ച് കണക്ക് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മളെ പറ്റിക്കും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പരസ്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റാഗ്രാം മായ ലോകത്ത് വീഴരുത്. നമ്മൾ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യാൻ തയ്യാറാവണം. അതിനുശേഷം വേണം നമ്മൾ ആ ലോൺ ഓപ്റ്റ് ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കാൻ. ഇപ്പം സാർ ഇത്രയും മുന്നറിയിപ്പ് നൽകി, ഇതുപോലെ തന്നെ സൈബർ പോലീസ് ഒക്കെ ആണെങ്കിലും ഇത്തരം ആപ്പുകളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകാറുണ്ട്. എന്നിട്ടും ഇത്തരം ട്രാപ്പിൽ പെട്ടുപോകുന്ന ആളുകളുണ്ട്. ഇനി അവരെന്താണ് ചെയ്യേണ്ടത്? ഒരു സൈബർ പോലീസിന്റെ സഹായത്തോടു കൂടി ഒരു കേസുമായി മുന്നോട്ട് പോയാൽ എന്തെങ്കിലും ഒരു പ്രായോഗികമായി വഴി തെളിയുമോ? അടിസ്ഥാനപരമായിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ പേടിച്ചാലാണ് തോറ്റുപോവുക. പേടിച്ചാൽ തോറ്റുപോകുക എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് ക്രിസ്റ്റീനെ കുറിച്ചോ അല്ലെങ്കിൽ ക്രിസ്റ്റീനെ വേണ്ട വേറെ XYZ കുറിച്ച് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് വന്നു. അതിൽ പോയിട്ട് ആ XYZ പോയിട്ട് റിപ്ലൈ ചെയ്യുമ്പോഴോ അതിനെതിരെ പ്രതികരിക്കുമ്പോഴോ ആണ് അത് എന്ത് ചെയ്യുന്നത്, അത് റീച്ച് ആവുന്നതും അത് അടുത്ത ലെവലിലേക്ക് പോകുന്നതും അത് വീണ്ടും ഇൻട്രാക്ഷനായി മാറുന്നതും ആയിത്തീരുന്നത്. നേരെ മറിച്ച് അത്തരം സംഗതികളിൽ നമ്മൾ ക്ലീൻ ആണെങ്കിൽ നമ്മൾ അതിനെ നെഗ്ലക്റ്റ് ചെയ്യണം, നമ്മൾ റിജക്റ്റ് ചെയ്യണം. ഈ ഒരു ധൈര്യം അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഈ ആപ്പിൻ്റെ കാര്യത്തിലും കാണിക്കണം. പേടിച്ചു പോയാൽ നമ്മൾ തോറ്റുപോകും. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഈ വാസ്തവത്തിൽ ഈ പേടിയിലൂടെ അല്ലെങ്കിൽ ഭയത്തിലൂടെയാണ് അവരധികാരം നേടിയെടുക്കുന്നത്. ഇത്തരം തട്ടിപ്പുകാർ അധികാരം നേടിയെടുക്കുന്നത്. ഉദാഹരണത്തിന് പലരും ചെയ്യുന്ന പണി എന്താണെന്ന് അറിയോ, ഇത്തരം ഒരു തട്ടിപ്പിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ മൊബൈൽ അങ്ങോട്ട് ഓഫാക്കിക്കളയും. ഒരിക്കലും ചെയ്യരുത്, മൊബൈൽ ഓഫാക്കരുത്. പിന്നെയോ സിമ്മ് മാറ്റിക്കളയും. സിമ്മ് മാറ്റിക്കളഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം നിങ്ങളുടെ വിത്തും പേരും തറവാടും എല്ലാം അവരുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മളത് മാറ്റിയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾക്കറിയാം നമ്മൾ ക്ലീൻ ആണെന്നും ഇപ്പം നമ്മൾ ഏതായാലും തട്ടിപ്പിന് വിധേയമായി എന്ന് നമുക്ക് ബോധ്യപ്പെട്ടെങ്കിൽ നമ്മളത് അംഗീകരിക്കുക, അതിനെ ധൈര്യത്തോടു കൂടി നേരിടുക. ചെയ്യേണ്ട കാര്യം, ഇവർ ആദ്യം ടാർഗറ്റ് ചെയ്യുക നമ്മളെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയാണ്. നമ്മുടെ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടും പറയുക, എൻ്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇതുപോലെ മോശമായ മെസ്സേജുകളോ മോശമായ ചിത്രങ്ങളോ വന്നേക്കാം, നിങ്ങളതിനെ കാര്യമായിട്ട് എടുക്കരുത് എന്ന് പറയാം. സ്വാഭാവികമായിട്ടും അവർക്ക് മെസ്സേജ് അയക്കുമ്പോൾ അവരതിനെ ആ ഒരു ബുദ്ധിയോട് കൂടി തന്നെ കാണൂ, ആ ഒരു അറിവോട് കൂടി തന്നെ കാണൂ. അപ്പോഴും നിങ്ങൾക്ക് ഇത്തരം ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മോശം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കേന്ദ്ര സർക്കാരിൻ്റെ cybercrime.gov.in എന്ന സൈറ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് പോയി രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അവിടെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് സബ്മിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ തൊട്ടടുത്തൊരു സൈബർ പോലീസ് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് നമ്മൾ പരാതി കൊടുക്കണം. അല്ലെങ്കിൽ നോർമൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താലും അത് സൈബർ സെല്ലിലേക്ക് പോയിക്കോളും. ആ രീതിയിലാണ് ഇപ്പോഴുള്ള സെറ്റപ്പ് ഉള്ളത്. അപ്പോൾ നമ്മൾ നിലവിൽ ഡിജിറ്റൽ അറസ്റ്റും ഇതുപോലുള്ള ഇൻസ്റ്റാപേ ആപ്പുകളും തടയാൻ പല സംവിധാനങ്ങളും അന്വേഷണ ഏജൻസികൾ കൊണ്ടുവന്നിട്ടുണ്ട്. സംഗതികളൊക്കെ എളുപ്പത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തട്ടിപ്പാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ 5 പൈസ കൊടുക്കരുത്. നമ്മൾ പൈസ അവർ വീണ്ടും നമ്മളെ നിന്ന് പൈസ കിട്ടാനേ നോക്കുള്ളൂ. അപ്പം തട്ടിപ്പാണെന്ന് ബോധ്യപ്പെട്ടാൽ ഒരിക്കലും പൈസ കൊടുക്കരുത്. പിന്നെ നമുക്ക് തീരുമാനമായിട്ട് പൈസ കൊടുത്താൽ മതി. തട്ടിപ്പാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് പൈസ കൊടുക്കരുത്. പിന്നെ ഓരോ തവണ ഒരു വിളിക്കുമ്പോഴും മെസ്സേജ് അയക്കുമ്പോഴും എല്ലാം നമ്മൾ പ്രൂഫ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കണം. നമ്മൾ ഉടൻ തന്നെ ഞാനിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും എന്നല്ല ഭീഷണിപ്പെടുത്തേണ്ടത്. നമ്മൾ കുറച്ച് തെളിവുകൾ ഉണ്ടാക്കണം. ഈ തെളിവുകൾ ഉണ്ടാക്കിയിട്ട് ഈ തെളിവുകൾ കൂടി വെച്ചിട്ട് വേണം നമ്മൾ പരാതി കൊടുക്കാൻ. അപ്പോൾ ഇത്തരം ഒരു സാധനം, ഒരാൾ മോശമായി സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്യുക, ഒരാൾ മോശമായി മെസ്സേജ് അയക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതും സേവ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുക്കുക. കാരണം അവരിത് കുറച്ച് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്ത് പോകും. അപ്പോൾ നമ്മളെടുത്ത് പ്രൂഫ് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാം നമ്മളെടുത്ത് ഇത്തരം പ്രൂഫുകളോട് കൂടി നമ്മൾ ഔദ്യോഗിക ഏജൻസികളെ ബന്ധപ്പെടുകയും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ കൂട്ടുകാരോടും
ബന്ധുക്കളോടും പറയാൻ തയ്യാറാവണം. ഞാൻ പറ്റിക്കപ്പെട്ടു എന്ന് പറയാൻ ആരും ഇഷ്ടപ്പെടില്ല, പക്ഷെ പറ്റിക്കപ്പെട്ടു എന്ന് പറയുക തന്നെ വേണം. എന്നാൽ മാത്രമേ ആ കൂട്ടുകാരോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറ്റിക്കപ്പെടാതിരിക്കൂ. ചിലപ്പോൾ ചിലരുടെ ജീവൻ രക്ഷിക്കാൻ തന്നെയെങ്കിൽ നിങ്ങളുടെ ഈ മെസ്സേജ് കാരണമാവും. കാരണം ഒരു വാട്സാപ്പ് ടൈപ്പ് തട്ടിപ്പ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഇൻഫർമേഷൻ അവരോട് കൂടി പറയുമ്പോൾ അത് അവർക്ക് കൂടി അനുഗ്രഹമാണ്, അവരെയും കൂടി സഹായിക്കും. കാരണം അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇപ്പം ക്രിസ്റ്റീനയുടെ വാട്സാപ്പ് ഹാക്ക് ചെയ്തിട്ട് ക്രിസ്റ്റീനയുടെ സുഹൃത്തുക്കൾക്ക് മെസ്സേജ് വരുമ്പോൾ അവിടെ ക്രിസ്റ്റീനയുടെ ട്രസ്റ്റാണ് വിൽക്കപ്പെടുന്നത്. അപ്പോൾ ക്രിസ്റ്റീനയായിട്ട് അടുത്ത ബന്ധമുള്ള ആളുകൾ പെട്ടെന്ന് എന്ത് ചെയ്യും വെച്ചാൽ ഇൻട്രാക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തെന്ന് വെച്ചാൽ അയാൾ കബളിപ്പിക്കപ്പെടും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും രീതി തട്ടിപ്പിക്കപ്പെട്ടു നോക്കിയാൽ ഉടൻ തന്നെ നമ്മുടെ നെറ്റ്വർക്കിനെ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ അറിയിക്കുകയാണ് ഏറ്റവും നല്ല മാർഗം. അതോടുകൂടി തന്നെ മറ്റുള്ളവർ പറ്റിക്കപ്പെടാതിരിക്കാനുള്ള സാധ്യത കൂടും. ഇത്തരം ആപ്പുകളിൽ നമ്മളൊക്കെ ട്രാപ്പായി പോയാൽ നമ്മുടെ അടുത്ത ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഒക്കെ അത് തുറന്നു പറയാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. നമ്മുടെ മാനത്തിന് വിലയിടുന്നവരുടെ മുന്നിൽ നമ്മൾ കീഴടങ്ങി കൊടുക്കാതെ നമ്മൾ സൈബർ പോലീസിൻ്റെയോ നിയമസഹായമോ ഒക്കെ തേടി അതിനെതിരെ പടപൊരുതാനും കൂടെ നമ്മളൊരു ശ്രമം നടത്തുകയാണ് വേണ്ടത്. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ അയച്ചു കൊടുക്കുക. കാരണം അവരാരും ഇത്തരം ചതിക്കുഴികളിൽ വീഴാതിരിക്കട്ടെ.